നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ തന്നെ ബലം ക്ഷയിച്ചു പോകുന്നത് പോലെ, ഇപ്പോൾ വീണുടഞ്ഞ് തകർന്നതുപോലെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ പിന്നെയും നാം ക്ഷീണത്തിലേക്കോ ഭാരത്തിലേക്കോ നാം പോകുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുവാൻ, ഉയർച്ച പ്രാപിപ്പാൻ സാധിക്കുകയില്ല. അവിടെയൊക്കെ നമുക്ക് പ്രത്യേകമായിരിക്കുന്ന ബലവും ശക്തിയും ഓജസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം ആ ശക്തി എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഏത് കാര്യവും ചെയ്യുവാൻ ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, എന്ത് കാര്യവും ചെയ്യുവാൻ ഞാൻ പ്രാപ്തനാകുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബലം ക്ഷയിച്ചു പോകുന്നത് പോലെ, ക്ഷീണിച്ചു പോകുന്നത് പോലെ, തളർന്നു പോകുന്നത് പോലെ പലപ്പോഴും നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ നാം ദൈവാശ്രയമുള്ളവരായി നിൽക്കുവാൻ കഴിഞ്ഞാൽ പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് മാനുഷികമായ ബലം കൊണ്ട്, മാനുഷികമായ ശക്തി കൊണ്ട് ചില സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക പ്രതികൂലങ്ങൾ, ചില പ്രത്യേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മാനുഷികമായ ഭൗതികമായ ചില സാഹചര്യങ്ങൾ, ചില ശക്തിയോ ചില കഴിവുകൾ കൊണ്ടോ നമുക്ക് വിജയിക്കുവാൻ സാധ്യമല്ല. അവിടെയെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവിക ബലമാണ്, ദൈവിക ശക്തിയാണ്. നമുക്കവിടെയെല്ലാം നമുക്ക് ആവശ്യമായി വരുന്നത്. ആ ദൈവിക ബലത്തിനായി നാം ദൈവത്തോട് അടുത്തു വരികയാണെങ്കിൽ പൗലോസ്ലീഹായെപ്പോലെ നമുക്കും പറയുവാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അപ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒക്കെ നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ അമാനുഷികമായ, ലോകത്തിൻ്റെതല്ല, അമാനുഷികമായ ദൈവികമായ ശക്തി നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ചില പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതിന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവാശ്രയമാണ്. ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്തു വരിക, ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ആശ്രയിക്കുക എന്നല്ലാതെ അതിന് വേറെ പരിഹാരമൊന്നുമില്ല. കാശ് കൊടുത്തു വാങ്ങിക്കാൻ പറ്റുന്നതല്ല ദൈവശക്തി. സമ്പത്തോ സ്ഥാനമാനങ്ങളോ കൊടുത്ത് നേടുവാൻ കഴിയുന്നതല്ല ദൈവശക്തി. അതിൽ ദൈവവിശ്വാസവും ദൈവികമായ ആശ്രയവും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ദിവസങ്ങളിൽ ഈ ഒരു പ്രഭാതം കൂടെ, ഒരു പകലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചിന്തയുണ്ടാകട്ടെ, ദൈവാശ്രയമുള്ളവരായി ദൈവശക്തി ഏറ്റെടുത്ത് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.